ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ 2024 നമ്മളിൽ നിന്നും വിടവാങ്ങി. ഒട്ടനവധി മലയാള സിനിമകളാണ് 2024 നമ്മുടെ മുന്നിലെത്തിയത്. അതിൽ പ്രേക്ഷകർ ഒരുപാട് സിനിമകളെ സ്വീകരിക്കുകയും കുറേ സിനിമകളെ തള്ളിക്കളയുകയും ചെയ്തു. മലയാള സിനിമ 2024 എന്തൊക്കെ നേടി എന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്താൻ മറക്കരുത്. കൂടാതെ ആ ലൈക്ക് ബട്ടണും. 2024 തുടക്കത്തിൽ മികച്ച സിനിമകളായിരുന്നു നമ്മുടെ മുന്നിൽ ആദ്യം എത്തിയത്. എന്നാൽ അതിൻ്റെ തുടർച്ച നേടാൻ മലയാള സിനിമയ്ക്ക് കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ അതിനിടയിൽ ചില അപ്രതീക്ഷിത വൻ വിജയങ്ങൾ സംഭവിക്കുന്നതായും നമുക്ക് ബോക്സ് ഓഫീസിൽ നിന്നും കാണാൻ കഴിഞ്ഞു. 2024 ആകെ ഇറങ്ങിയത് 207 സിനിമകളാണ്. സിനിമകളുടെ എണ്ണം ഡബിൾ സെഞ്ചുറി പിന്നിട്ടെങ്കിലും നിർമ്മാതാവിന് ലാഭം നേടിക്കൊടുത്തത് 22 സിനിമകൾ മാത്രം. 1,000 കോടിയുടെ നഷ്ടമെങ്കിലും നിർമ്മാതാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക്. ടെലിവിഷൻ സാറ്റലൈറ്റ്, OTT അവകാശം എന്നീ മികച്ച വരുമാനം നേടിക്കൊടുത്തിരുന്ന സിനിമയുടെ വരുമാന സ്രോതസ്സുകൾ പ്രതിസന്ധിയിലായതോടെയാണ് അടുത്ത വർഷം ചിത്രങ്ങളുടെ എണ്ണം കുറയാൻ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെടുന്നത്. 100 കോടിയിലേറെ വരുമാനം നേടിയ ചിദംബരം സംവിധാനം മഞ്ഞുമൽ ബോയ്സിനെയാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ അവസാനമായി ഇറങ്ങിയ മാർക്കോ വൻ കുതിപ്പാണ് തിയേറ്ററുകളിൽ നടത്തുന്നത്. ചിദംബരത്തിൻ്റെ ഈ ചിത്രത്തെ മാർക്കോ മറികടക്കുമോ എന്നാണ് ഇനി നമുക്ക് ഉറ്റുനോക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ OTTയിൽ പെട്ടെന്ന് റിലീസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഫഹദ് ഫാസിലിൻ്റെ ആവേശം ഈ റെക്കോർഡ് കടത്തുമായിരുന്നു. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ 3 ഒഴികെ ബാക്കിയെല്ലാം ചെയ്തത് യുവ സംവിധായകരാണ്. കുതിച്ചുയരുന്ന നിർമ്മാണ ചെലവാണ് മറ്റൊരു പ്രതിസന്ധി. പ്രതിദിന ഷൂട്ടിംഗ് ചെലവ് 5 ലക്ഷത്തിലേറെയാണ് ഇപ്പോൾ. അടുത്ത വർഷം സിനിമകളുടെ എണ്ണം 33% കുറയുമെന്ന് ഫിലിം ചേംബർ സെക്രട്ടറി സജി നന്ദ്യാട്ട് ചൂണ്ടിക്കാട്ടി. നിർമ്മാണ ചെലവ് കുത്തനെ കൂടിയതും പ്രേക്ഷകർ സെലക്റ്റീവായതും ഹേമ കമ്മിറ്റി മേഖലയിൽ സൃഷ്ടിച്ച അവമതിപ്പും സിനിമയെ സാരമായി ബാധിച്ചതായി സജി ചൂണ്ടിക്കാട്ടി. ഈ വർഷം ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ ഇതൊക്കെയാണ്: മഞ്ഞുമൽ ബോയ്സ്, പ്രാമലു, ഭ്രമയുഗം, ആവേശം, ആടുജീവിതം, വർഷങ്ങൾക്കു ശേഷം, ഗുരുവായൂരമ്പല നടയിൽ, ടർബോ, വാഴ, ARM, കിഷ്കിണ്ടാകാന്ഡം. എയ്റ്റുകൾ നേടിയത് എബ്രഹാം ഓസ്ലർ, അന്വേഷിപ്പിൻ കണ്ടെത്തുൻ, ബോഗൻവില്ല, ഹലോ മമ്മി, സൂക്ഷ്മദർശിനി, പണി എന്നീ ചിത്രങ്ങളാണ്. ആവറേജ് ഹിറ്റുകളായി തലവൻ, ഗോളം, നുണക്കുഴി, അഞ്ചക്കള്ളക്കോൾ, ഉള്ളൊഴുക്ക് എന്നീ ചിത്രങ്ങൾ മാറി. ഇപ്പോൾ റിലീസ് ചെയ്ത മാർക്കോ വൻ ഹിറ്റായി മാറുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ മാർക്കോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റൈഫിൾ ക്ലബും സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഇടം നേടും.